ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദർശിൻ്റെ നാളത്തെ സൂപ്പർ പ്രൊമോ സെഷനിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ മുൻപ് ഉണ്ടായിരിക്കും. അപ്പോൾ ആദർശിൻ്റെയും നൈരയും അതുപോലെ ഗൗതമിൻ്റെയും അളകനന്ദൻ്റെ കഥയൊക്കെ ആയിട്ടാണ് ഞാൻ എല്ലാ ദിവസവും നിങ്ങളുടെ മുൻപിൽ എത്തുന്നത്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം നാളത്തെ ആദർശിൻ്റെയും നൈരയുടെയും വിശേഷം എന്ന് പറയുന്നത് വെഗു രസകരമാകുന്ന നിമിഷം, അതിലുപരി നമ്മുടെ പ്രേക്ഷകരായി നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ചില വിഷയങ്ങളൊക്കെ ആയിട്ടാണ് ആദർശിൻ്റെ നാളത്തെ കഥ പ്രൊമോ സെഷനിൽ കാണുന്നത്. കാരണം നയനയുടെ നിത്യശത്രുവായ ദേവയാനിക്ക് എട്ടിൻ്റെ പണി കിട്ടുന്ന ചില നിമിഷവും, അതിനോടൊപ്പം അത് ചെയ്ത വ്യക്തികൾ സന്തോഷിക്കുമ്പോൾ അവരെ കൊടുക്കുവാനുള്ള നയനയുടെ ബുദ്ധിപരമാകുന്ന ചില നീക്കങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലാണ് കാണാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അവസാന ഭാഗത്ത് കണ്ട് നയനയുടെ ചേച്ചിയായ നവ്യയും കുരുക്കുവാൻ വേണ്ടി അനാമിക പാലിൽ കലർത്തിയ വിഷം, ആ വിഷം പെട്ടെന്ന് ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടായപ്പോൾ കിച്ചണിൽ ചെന്ന് അത് ദേവയാനി എടുത്ത് കുടിക്കുക. അതൊരു വാശിയോട് കൂടി കുടിക്കുന്ന അല്ലേ. അതായത് ദേവയാനി അവിടെ നിന്ന് പറയുന്നുണ്ട്, അവളുടെ നീ ചേച്ചിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവൾ ഒന്നും കൂടെ പോയിന്ന് കഷ്ടപ്പെടട്ടെ, അപ്പോൾ ഇത് ഞാനെടുത്ത് കുടിക്കാം എന്നും പറഞ്ഞ് കുടിക്കുക. കുടിച്ചിട്ട് പെട്ടെന്ന് ആ പാല് മുഴുവൻ എടുത്ത് കുടിച്ചിട്ട് ദേവയാനി റൂമിലേക്ക് പോകുന്നു. അങ്ങനെ റൂമിൽ ചെന്ന് തൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, എനിക്ക് എന്നെ ക്ഷീണമായിട്ടാ ജയേട്ടാ, എനിക്ക് എന്നെ ക്ഷീണം, അതുകൊണ്ട് ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അപ്പം ജയനും എന്തോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും കുറച്ച് ദിവസമായിട്ട് ദേവയാനിക്ക് അല്പം അസ്വസ്ഥതയൊക്കെ ഉള്ളതുകൊണ്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോൾ ദേവയാനിക്ക് ശാരീരികമായിട്ട് വളരെ അസ്വസ്ഥത ഉണ്ടാകും. അസ്വസ്ഥത ഉണ്ടാകും, പെട്ടെന്ന് ഛർദ്ദിക്കുവാൻ തുടങ്ങുകയും അങ്ങനെ തളർന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യം. പെട്ടെന്ന് ദേവയാനി എഴുന്നേൽപ്പിക്കുമ്പോൾ ഇതുവരെ കണ്ടതിൽ ഉപരിയായിട്ട് ദേവയാനിയുടെ ശരീരം മുഴുവനായിട്ട് തളർന്നു പോവുകയും അങ്ങനെ ഛർദ്ദിക്കാൻ വരികയും പെട്ടെന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്തിയെന്ന് ജയനും മനസ്സിലായി. പെട്ടെന്ന് തന്നെ ആദർശിനെയും അതുപോലെ എല്ലാവരും വിളിച്ചിട്ട് പെട്ടെന്ന് ദേവയാനിക്ക് എന്തോ അസ്വസ്ഥത ഉണ്ടാകുന്നു പറഞ്ഞ് കേട്ട മാത്രമേ തന്നെ ജീവനായ ആദർശ് തൻ്റെ അമ്മയുടെ അടുക്കലേക്ക് ഓടുന്നു. അതുപോലെ നയനയും ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെന്ന് പെട്ടെന്ന് ദേവയാനിയെ പെട്ടെന്ന് എഴുന്നേൽപ്പിച്ച ശേഷം ഒരു രക്ഷയുമില്ല. ദേവയാനി ആകെ തളർന്നിരിക്കുന്ന ഒരവസ്ഥ, ഒരു അർത്ഥപ്രാണയായി പോയ ഒരവസ്ഥയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് ഞൊടിയിടയിൽ തന്നെ ആദർശും അതുപോലെ ജയനും എല്ലാവരും കൂടെ ദേവയാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭാഗമൊക്കെയാണ്. പ്രേക്ഷകരായി നമുക്ക് സന്തോഷിക്കാം എന്ന് പറയാൻ കാരണം, നയനയെ ഒരുപാട് ദ്രോഹിച്ച ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മളെല്ലാം ദേവയാനിയെ കാണുന്നത്. എന്നാൽ ഇനി മുതൽ ദേവയാനി ഒന്നെങ്കിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ദേവയാനി സ്നേഹിക്കുന്ന ഒരുപക്ഷെങ്കിൽ നയനനെ ആയിരിക്കും. അല്ലാത്ത പക്ഷം ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധ്യതയില്ലാത്തൊരവസ്ഥയിലേക്ക് ദേവയാനി പോകും എന്നുള്ളതൊക്കെയാണ് നാളത്തെ പ്രമോഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കേട്ടോ. അതിനിടയിൽ ചില പാരകളും ഒക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ പറയാം. എന്തായാലും ദേവയാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്ന ചില ഭാഗങ്ങൾ കാണുന്നു. ആദർശ് വളരെയേറെ വിഷമത്തിൽ. ആദർശിന് തൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ അത്രത്തോളം ജീവനാണ്. അങ്ങനെ പെട്ടെന്ന് ഐസിയുലേക്ക് കയറ്റുന്നു. പിന്നെ കുറച്ച് സമയത്തേക്ക് ദേവയാനെക്കുറിച്ച് ഒരു വിവരവുമല്ല. ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ ഓടുന്നു. അതായത് അനന്തപുരിയിലെ മരുമോളാണ് ഈ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു ജീവനാണ് ഇപ്പോൾ നഷ്ടമാകാൻ പോകുന്നത്. അതിനെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി ഡോക്ടർമാരെ പാച്ചിലും അതുപോലെ നഴ്സുമാരുടെ ആ വെപ്രാളവും ഒക്കെ കണ്ടപ്പോൾ ആദർശനും ജയനുമൊക്കെ നയനയ്ക്കൊക്കെ വെപ്രാളം ഉണ്ടാക്കി. അപ്പം പെട്ടെന്ന് നയന കരയുക കേട്ടോ. ഞാൻ കരഞ്ഞോട്ട് എന്ത് പറ്റിയെന്നറിയാത്ത അവസ്ഥയിൽ നയന കരയുമ്പോൾ നയനയെ ചെന്ന് ആദർശ് ആശ്വസിപ്പിക്കുകയും നയനയെ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യുന്ന ചില നല്ല നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം കാണുന്നത് പിന്നെ ഈ സമയത്ത് അനന്തപുരി തറവാട്ടിൽ ഇത് എങ്ങനെയെങ്കിലും വഷളാക്കണം, കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയ ദേവയാനിയും അതുപോലെ രേവതിയും, അതായത് അനാമികയും രേവതിയും ചില തന്ത്രങ്ങൾ വീണ്ടും മെനയുകയാണ്. തങ്ങളുടെ കയ്യിൽ നിന്ന് കാളം മൊത്തം പൊളിഞ്ഞ്, കാരണം നവ്യയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി വെച്ച വിഷപ്പാലാണ് ദേവയാനി എടുത്ത് കഴിച്ചത്. എങ്കിലും സാരമില്ല, ഇത് നല്ല ഒരു അവസരമാണെന്ന് അവർ മനസ്സിലാക്കുകയും അങ്ങനെ ഈ കുറ്റം മുഴുവൻ നയന തലയിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള ചില പ്ലാനുകളെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ അനി സംസാരിക്കുമ്പോൾ അനിയോട് പറയുകയാണ്, അനാമിക പറയുകയാണ്,
അത് വേറെ ആരുമല്ല തെറ്റ് ചെയ്ത് ഒരു കാരണവശാലും വിലിയമ്മ അങ്ങനെ ആത്മഹത്യ ചെയ്യുവാനോ അല്ലെങ്കിൽ മറ്റു ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുകയല്ല. ഇപ്പം ഒരു വർഷമെങ്കിൽ ഇത് വല്ല സൂയിസൈഡിൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിൻ്റെ ശ്രമമാണോ എന്നൊക്കെ ഞങ്ങൾക്ക് സംശയമുണ്ടെന്നൊക്കെ പറയും. ഈ സമയത്ത് പെട്ടെന്ന് രേവതിയും അതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് അനി ചോദിക്കുകയാണ്, നീ എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഒരു പക്ഷെങ്കിൽ എനിക്കൊരു സംശയമുള്ളത് നയനയും ആദർശനെയും ഇവിടുന്ന് ഹണിമൂൺ അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി വിലക്കിയത് ഏറ്റവും കൂടുതൽ വിലിയമ്മയായിരുന്നു. ആ വിലിയമ്മയോടൊരു ഒരു പകരം വീട്ടലാണോ ഒരു വൈരാഗ്യമാണോ ഇതിന് കാരണം എന്നൊക്കെ എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞ് ചില സംശയങ്ങൾ അവിടെ ഒന്നും അറിയാത്ത രീതിയിൽ പ്രകടിപ്പിക്കുന്ന ചില ഭാഗങ്ങളെ കാണാം. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇത് ഇവളുടെ തന്ത്രമാണല്ലോ, നയനേടത്തിയെ കുരുക്കുവാനുള്ള തന്ത്രമാണോ എന്നൊരു സംശയം ഉണ്ടാകുകയും പെട്ടെന്ന് ആ ഭാഗത്തേക്ക് പോകാതെ അനി പെട്ടെന്ന് അനാമികയോട് പറയാണ്, നിനക്ക് നിന്റെ വിലിയമ്മയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ അവർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും വീണ്ടും എല്ലാവരുടെയും മനസ്സിലേക്ക് വിഷം കുത്തി വെക്കുവാനുള്ള വലിയൊരു എന്താ പറയുക, ഒരു സ്ത്രീക്ക് ചേരാത്ത ചില സംഭാഷണങ്ങളൊക്കെ നടത്തുന്നതാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ അത്യാസന നിലയിൽ കിടക്കുന്ന ദേവയാനി, ഐസിയുവിൽ കിടക്കുന്ന ദേവയാനിക്ക് വേണ്ടി ജീവൻ തിരിച്ചു കിട്ടുമോ, എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്നറിയാതെ വലിയ അങ്കലാപ്പോട് കൂടി നിൽക്കുന്ന അനന്തപുരിത്തറവാട്ടിനെയും ആദർശിനെയും നയനെയും അതുപോലെ ജയനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നത്. എന്തായാലും ഒരു പ്രൊമോ വിശേഷമാണ്. അപ്പം റിയൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.